നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഓരോ പ്രാവശ്യവും സിനിമയുടെ പഴയ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ കൂടുതൽ വെമ്പൽ കൊള്ളുന്നത്. അത് കേൾക്കാനാണ് എൻ്റെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടം. ഒരുപാട് കാര്യങ്ങൾ പഴയത് പറയാനുണ്ട്. അപ്പോഴാണ് ഇപ്പോഴൊരു ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ട് ഇപ്പം നമ്മൾ കേട്ടത്. വിശ്വസിക്കാനാവില്ല എന്നൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് പോലെ ഒരു മരണം വിശ്വസിക്കാനാവില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ. പക്ഷേ ഇതേതായാലും കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിപ്പോയി. മറ്റൊന്നുമല്ല, നമ്മുടെ എ ആർ റഹ്മാൻ്റെ 30 വർഷം ആയില്ല, ഇനി 1 വർഷം കൂടെ ഉണ്ട്, 29 വർഷത്തെ ദാമ്പത്യ ജീവിതം പിരിയുന്നു എന്ന്. അത് അഡ്വക്കേറ്റ് മുഖാന്തരം അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈറാബാനുവാണ്. ഈ സൈറാബാനു ജനിച്ചതെന്ന് വെച്ചാൽ ഗുജറാത്തിൽ ഒരു കച്ച് ഭാഷയുണ്ടല്ലോ. സാധാരണ നമ്മുടെ എറണാകുളത്ത് സേട്ടുമാരൊക്കെ സംസാരിക്കുന്നൊരു കച്ച് ഭാഷയുണ്ട്. നമ്മുടെ ഷേണായിമാർ സംസാരിക്കുന്നൊരു ഭാഷ പോലെ കച്ച് ഭാഷയുണ്ട്. അത് അവർക്കേ അറിയാവുള്ളൂ. പണ്ട് നമ്മുടെ രമേശ് പിഷാരടി ചോദിച്ചു, ആരോ, എന്താണ് നിങ്ങൾ ഈ രമേശ് എന്ന് പേര് വയ്ക്കാതെ പിഷാരടി എന്ന് വെച്ചപ്പോഴത്തേക്ക്, പിഷാരടി എപ്പോഴും ഹാസ്യം പറയുന്ന ആളാണല്ലോ. പുള്ളി പറയുന്നത് മറ്റൊന്നുമല്ല, രമേശ് എന്നുള്ള പേര് ഒരുപാട് പേർക്കുണ്ട്. ഈ സിംഹവാരം കുരങ്ങൊക്കെ അന്യം നിന്ന് പോകില്ല, അതുപോലെ ഞങ്ങളുടെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിഷാരടി എന്ന് വെച്ചതാണെന്ന്. അങ്ങനെ ഹാസ്യമായിട്ട് പറയുന്നതാണ് ഈ രമേശ് പിഷാരടി. അതുപോലൊരു രീതിയാണ് കച്ച് നമ്മുടെ കൊച്ചി സൂയി സേട്ട്, പിന്നെ കുറേ സേട്ടുമാരൊക്കെ കൊച്ചിയിലുണ്ടല്ലോ, അതെല്ലാം കച്ചാണ് ഭാഷ. അവിടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ ഒട്ടുമിക്ക ആൾക്കാരും കച്ച് ഭാഷ സംസാരിക്കുന്ന വ്യാപാരികളാണ്, വ്യവസായങ്ങൾ ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക രീതിയും അവരുടെ ആത്മീയതയൊക്കെ നമ്മൾ പ്രശംസനീയമാണ്. ഈ കച്ചിൽ സേട്ടുമാരല്ല, അല്ലാതെ തന്നെ ഉണ്ട്. അവിടുത്തെ സ്ത്രീകളാണെങ്കിൽ സുന്ദരികളാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ എ ആർ റഹ്മാൻ ഈ സൈറാബാനുവിനെ കല്യാണം കഴിച്ചത്. അതുപോലെ നമ്മുടെ നടൻ റഹ്മാൻ, പുള്ളി കല്യാണം കഴിച്ചത് ഈ സൈറാബാനുവിൻ്റെ സഹോദരിയാണ്. അതും ഒരു കഥയാണ്. അത് റഹ്മാൻ ഏതോ ഒരു കല്യാണത്തിനോ മറ്റോ പോയപ്പോഴത്തേക്ക് തലയിൽ തട്ടമിട്ട 2-3 പെൺകുട്ടികളെ കാണുകയും റഹ്മാൻ്റെ കണ്ണിലത് ഉടക്കി. അതിനുമ്പോൾ റഹ്മാനെ പറ്റി നമ്മുടെ ആൾക്കാർ പറയും, കൂടെ അഭിനയിച്ചിരുന്ന രോഹിണി, ശോഭനയൊക്കെ വെച്ചിട്ട് ഗോസിപ്പൊക്കെ അടിച്ചിറക്കിയിരുന്നു. അതൊന്നും റഹ്മാൻ മൈൻഡ് ചെയ്തില്ല. അവരെല്ലാം ഒരു പ്രായക്കാരാണ്, ഒരു തരക്കാരാണ്. അവർ റഹ്മാനൊക്കെ പഠിച്ചതൊക്കെ ഊട്ടിയിലല്ലേ. ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു, രോഹിണി ആ രീതിയിലുള്ള, അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഈ ഫ്രണ്ട്സിന് സിനിമയിലൊക്കെ നമ്മുടെ ആൾക്കാർ കാണുന്നത് വേറെ രീതിയിലാണ്. 2 സിനിമ ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പ്രേമമായി. അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചവർ ഒത്തിരി ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. നമ്മുടെ ജയറാം, പാർവതി പറഞ്ഞ ജയറാം ആദ്യം പാർവതി വിളിച്ചിരുന്നത് മാഡം എന്നൊക്കെ ആയിരുന്നു. അത് കളിയാക്കാറുണ്ട്, ജയറാം പറയാറുണ്ട്. എന്നിട്ട് പാർവതി ഒരിക്കൽ പറഞ്ഞു, എന്നിട്ട് എൻ്റെ അടുത്തൊരു ബഹുമാനമൊന്നുമില്ലയെന്ന്, സീനിയറല്ലേ. അങ്ങനെയൊക്കെ തമാശയുണ്ട്. അവന് ഡയറക്ടർ ഐ ശശി സീമയെ കല്യാണം കഴിച്ചത്, പ്രിയദർശൻ ലിസിയെ കല്യാണം കഴിച്ചത്. അത് ഇതിലെടുത്ത് പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ നല്ല ദാമ്പത്യ ബന്ധമായിരുന്നു പ്രിയദർശനും ലിസിയും. ലിസിയൊക്കെ വളരെ ക്വയറ്റാണ്, പ്രിയദർശൻ നല്ല ഡയറക്ടറും. എത്ര മക്കളൊക്കെ ആയ ശേഷം അവർ വിവാഹബന്ധം വേർപെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ കാരണമെന്ന് ഇപ്പോഴും പ്രിയദർശൻ പറയുന്നത്, ഞാനിപ്പോഴും ലിസിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നാണ്. അവരുടെ ഇടയിൽ എന്താണ് വിടവുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയായിരുന്നു നമ്മുടെ മുകേഷ് സരിത, നല്ല ദാമ്പത്യമായിരുന്നു. മക്കളൊക്കെ വലുതായ ശേഷമാണ് ആ ദാമ്പത്യം വിട്ടുപോയത്. അപ്പോൾ ഒന്നുകൊണ്ട് വേറൊരു അഭിപ്രായം പറയാറുണ്ട് അറിവുള്ളവർ, എന്നെങ്കിലും സ്വരച്ചേർച്ച ഇല്ലാതെ വന്നാൽ പിന്നെ ആ ദാമ്പത്യം തുടരുന്നതിൽ അർത്ഥമില്ല, പിരിയുന്നതാണ് നല്ലത്. ഈ അടി വിടി ബഹളം അതൊക്കെയാണല്ലോ ഈ ഫോറിനേഴ്സ്. അവർ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അവർ പിരിയാണ്. പക്ഷേ പിരിയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം മക്കളൊക്കെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അച്ഛൻ, അമ്മ, വാപ്പ, ഉമ്മ, അപ്പച്ചൻ, അമ്മച്ചി ഒക്കെ ഒരുമിച്ച് താമസിക്കുമ്പം അവർ പുറത്ത് പോയിട്ടുമ്പം അപ്പച്ചനും അമ്മച്ചിയൊക്കെ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയൊക്കെ സ്നേഹമായിട്ട്, അച്ഛനും അമ്മയൊക്കെ സ്നേഹമായിട്ട് പെരുമാറുന്നതാണ് അവർക്ക് സന്തോഷം. എന്നാലും അവർ പഠിപ്പിലൊക്കെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. മറ്റൊരു വീട്ടിലൊക്കെ പിള്ളേർ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു മ്ലാനതയായിരിക്കും. കാരണം കൂട്ടുകാരുടെ കളിച്ച് വെച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വഴക്കും കൂടി ഇടിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവില്ല. ഇതാണെങ്കിൽ പക്ഷെ ഭാഗ്യത്തിന് ഈ എ ആർ റഹ്മാൻ ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോഴും മക്കളെ ശരിക്കും നോക്കിയിരുന്നത് ഭാര്യയാണെന്ന് അഭിമാനപൂർവ്വം റഹ്മാൻ പല പ്രസ്താവനകൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത്ര നല്ല ഇതായിരുന്നു. പിന്നെ ഇപ്പം എന്താ വേർപിരിയാൻ കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. എങ്കിലും ചില അറിവുകൾ ഞാനും മദ്രാസിലൊക്കെ ചില സുഹൃത്തുക്കളോട് ചോദിച്ചോ പറഞ്ഞു,
പുറമേ ഒന്നും പറയുന്നില്ല. അവരിപ്പോഴും സ്നേഹത്തിൽ തന്നെയാണ്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മീഡിയ ഒന്നും കൈകടത്തരുത് എന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 മക്കളാണ്, ഖദീജ, റഹീമ, അമീൻ. ഖദീജ ഒരു മ്യൂസിക് ഡയറക്ടറായി കഴിഞ്ഞു. പിന്നെ ഈ റഹ്മാൻ്റെ വിവാഹം എന്ന് പറയുന്നത് 29ാമത്തെ വയസ്സിലായിരുന്നു. അവിടെ ഒരു സൂഫി വര്യനുണ്ടായിരുന്നു. അവിടെ മദ്രാസിൽ, ചെന്നൈയിൽ ഒരു മുസ്ലിം ദർഗ, അവിടെ അമ്മ പോകുമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ തന്നെ ഈ ഇന്ന ജാതി ഇന്ന മതമൊന്നുമില്ല. ഇപ്പോൾ ശബരിമല സീസണാണ്, എത്രയോ നാനാജാതി മതസ്ഥരാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. അതുതന്നെ പ്രത്യേകിച്ച് ഈയിടെ നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരൊറ്റ ക്ഷേത്രമേ ഇങ്ങനെ രീതിയിലുള്ളൂ, വൈഷ്ണവ ക്ഷേത്രവും ശൈവ ക്ഷേത്രവും ഒക്കെ. നോർത്ത് ഇന്ത്യയിലൊക്കെ ശൈവർ വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകില്ല, വൈഷ്ണവർ ശൈവ ക്ഷേത്രത്തിൽ പോകില്ല. പിന്നെ അവിടെ വേറെ കറങ്ങിച്ചാൽ വേറെ എടുത്ത് പറഞ്ഞ പുള്ളി ഏറെ ഏതോ ഒരു അമ്പലത്തിൻ്റെ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ ഒന്നുമില്ല. ശബരിമലയിലാണ് തത്വമസി എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്ന ബോർഡും. ഇന്ന് വിദേശത്ത് പോലും ആ തത്വമസി എന്നുള്ള ബോർഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത് സന്ദീപാനന്ദഗിരി സ്വാമി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈയിടെ ഈ വാവൂർ സ്വാമിയെക്കുറിച്ച്, അയ്യപ്പൻ്റെ ബന്ധുവാണോ, അയ്യപ്പൻ്റെ ആരാണ് വാവൂരുടെ മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കൾ സംഭാവന കൊടുക്കരുത്, പണം ഇടരുത് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ സന്ദീപാനന്ദഗിരി ശരിക്കും പറയുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതൊക്കെ ഈ രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എങ്കിലും ഭക്തർ തീർച്ചയായിട്ടും ശരംകുത്തിയിലും പിന്നെ ഈ ഗണപതി അമ്പലത്തിലും പമ്പ സ്നാനവും കഴിഞ്ഞ് കയറിപ്പോയി അവിടെ പോയി എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് വാവൂർ സ്വാമിക്ക് കൊടുക്കാനുള്ള അതും കൊടുത്തു. അവിടെയും പേട്ടതുള്ളി ഒക്കെ ചെയ്തു. പിന്നെ അമ്പലത്തിൽ, അതായത് സ്വാമിയെ കാണാൻ പോകും, അയ്യപ്പൻ സ്വാമിയും അപ്പുറത്ത് മാളികപ്പുറം. അപ്പോഴൊരു സ്ത്രീ ചോദിച്ചു, നമ്മുടെ സുനന്ദ കാനഡയിൽ നിന്ന് ചോദിച്ചിരുന്നു, ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് വിവേചനം എന്നൊക്കെ ചോദിച്ചപ്പോൾ സന്ദീപാനന്ദഗിരി സ്വാമി പറഞ്ഞു, അങ്ങനെ വിവേചനമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ കാനനവാസനല്ലേ, മലയിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് വനത്തിൽ കൂടെ നടക്കാനൊക്കെ ദുർഘടമില്ലേ. പിന്നെ മാത്രമല്ല, മുമ്പൊന്നും പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാടും മലയും. വന്ന് പുലിയൊക്കെ ഉണ്ട്, കടുവയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളെ കംപ്ലീറ്റ് ഒഴിവാക്കിയിരുന്നത്. അത് പിന്നീട് അത് നിയമം പോലെയൊക്കെ ആക്കി. അങ്ങനെ പാടില്ല, ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. കന്യകളായിട്ടുള്ള സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ വ്രതം പോകുന്നൊക്കെ പറയുന്നത് പിൽക്കാലത്തുണ്ടായതാണെന്ന് സന്ദീപാനന്ദഗിരി കറക്റ്റ് വാദിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നതല്ല. അപ്പോൾ ഏതായാലും നമ്മുടെ റഹ്മാൻ്റെ കാര്യത്തിൽ തന്നെ വരുവാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ വിവാഹമോചനമൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പം ഞാൻ ഇതെന്ത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ, എനിക്ക് ഈ റഹ്മാനെ നേരത്തെ അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ആർ.കെ. ശേഖർ, അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹമാണ് ദേവരായ മാസ്റ്റർക്കും അർജുനൻ മാസ്റ്റർക്കും മ്യൂസിക് കമ്പോസ് ചെയ്തത്. നല്ല മ്യൂസിക് കമ്പോസറാണ്, നല്ല ലാളിത്യമുള്ള. എന്നെ വിളിക്കുന്നത് തമ്പി എന്നാണ്, തമ്പി വെച്ചാൽ അനുജാന്ന് വിളിക്കുന്നതാണ്. കാരണം അത്ര നല്ലൊരു മനുഷ്യനാണ്, ഒരു ചെറിയ പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ. നമ്മുടെ ദേവരായ മാസ്റ്ററും അർജുനൻ മാസ്റ്ററും ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം റീ റെക്കോർഡിങ് കമ്പോസ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. റീ റെക്കോർഡിങ് കമ്പോസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോഴും പിന്നീട് ശേഖർ മാസ്റ്റർ പോയ ശേഷം പിന്നെ വന്നത് ദേവരായ മാസ്റ്റർ വന്നത് നമ്മുടെ ജോൺസണായിരുന്നു. അതിന് പ്രത്യേകിച്ചൊരു പ്രാവീണ്യം, പ്രാഗൽഭ്യമൊക്കെ വേണം. ഇപ്പോൾ സലിൽ ചൗധരി മ്യൂസിക് ചെയ്യുന്ന മലയാള പടങ്ങൾക്ക് അന്ന് റീ റെക്കോർഡ് ചെയ്യുന്നത് ശ്യാംജിയാണ്. ശ്യാംജി അന്ന് സലിൽ ചൗധരി പ്രത്യേകിച്ച് ശ്യാംജിയോട് പറയും. അങ്ങനെയാണ് ശ്യാംജി അവിടെ സന്തോഷത്തോട് നല്ല മ്യൂസിക് കണ്ടക്ടറായിരുന്നു. ഈ റീ റെക്കോർഡിങ്ങിൻ്റെ അഗ്രഗണ്യനാണ്. പിന്നെയാണ് നമ്മുടെ മധുസാറ് കാമം, ക്രോധം, മോഹം, അക്കൽദാമ എന്നീ സിനിമകൾക്ക്, പിന്നെ അന്വേഷണ വിശ്വാസത്തിനാണെന്ന് തോന്നുന്നു, മധുസാറ് ശ്യാംജിയെ കണ്ടെത്തിയത്. എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും ശ്യാംജിയാണ്. അപ്പോൾ അതുപോലെ മ്യൂസിക് കമ്പോസറുള്ള ആളായിരുന്നു ആർ.കെ. ശേഖർ മാസ്റ്റർ. എടുത്തു പറയത്തക്കെന്ന് വെച്ചാൽ, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ക്രോസ് സുബ്രഹ്മണ്യ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം യുദ്ധഭൂമി എന്ന സിനിമയിൽ ആഷാഢമാസം എന്നൊരു പാട്ടില്ലേ, എനിക്ക് പാടാറില്ല. അപ്പോൾ അത് ശേഖർ മാസ്റ്റർ പാട്ടാണ്. അതെപ്പോഴും റഹ്മാൻ പറയുമായിരുന്നു, അച്ഛൻ മലയാളം ചെയ്ത സിനിമയിൽ ഏറ്റവും നല്ല പാട്ട് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പം ഈ റഹ്മാൻ പറയും, അത് ആഷാഢമാസം ആത്മാവിൻ മോഹം എന്നുള്ള പാട്ടാണ്. അത് ഞങ്ങൾ മെർക്കറയിലാണ് ഷൂട്ട് ചെയ്തത് യുദ്ധഭൂമി. അതിൽ കെ.പി. ഉമ്മറും രാജഗോകുലിനായിരുന്നു ആ സീനിൽ അഭിനയിച്ചിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, അന്ന് ഞാനിന്ന് 3ാമത്തെ അസിസ്റ്റൻ്റായിരുന്നു. ജോഷി അസോസിയേറ്റ്, ചന്ദ്രശേഖരൻ അസിസ്റ്റൻറ്റ്, ഞാൻ 3ാമത്തെ അസിസ്റ്റൻ്റാണ്. എനിക്ക് ഈ ക്യാമറയിൽ കൂടെ നോക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സാധിക്കില്ലല്ലോ 3ാമത്തെ അസിസ്റ്റൻ്റൊക്കെ പോയി ക്യാമറ നോക്കുക എന്ന് പറഞ്ഞാലേ ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല, ചിന്തിക്കാൻ പറ്റില്ല. ഡയറക്ടർ എണ്ണം കണ്ടാൽ എന്താണെന്നൊക്കെ ചോദിക്കില്ലേ. അത് പിന്നെ അന്നത്തെ ക്യാമറമാൻ താര സാറായിരുന്നു. അപ്പോൾ താര സാർ ഒരിക്കലും വെള്ളത്തിലിങ്ങനെ രാവിലെ ഒരു 7 മണിക്ക് സൂര്യപ്രകാശം വെള്ളത്തിലിങ്ങനെ ഗ്ലിറ്ററിങ് ഉണ്ട്, നല്ല തിളക്കം. അപ്പോൾ താര സാറ് നോക്കിയിട്ട് ജോഷി വിളിച്ചു പറഞ്ഞു, ജോഷി ഇതാ പാര് എന്ന് പറഞ്ഞു.
അപ്പോൾ ജോഷി നോക്കിയിട്ട് നല്ല ഉണ്ട് അങ്ങനെ ഇറങ്ങി. അടുത്ത് ചന്ദ്രശേഖരനെ വിളിച്ച് കാണിച്ചു താരസാറ്. അപ്പോൾ ഡയറക്ടർ അടുത്തില്ല, ഡയറക്ടർ കൊണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. ജോഷിയൊക്കെ നോക്കിയാൽ സാറൊന്നും പറയില്ല, ജോഷി അസോസിയേറ്റ് അല്ലേ, ഞങ്ങളൊക്കെ ആരാണ് എങ്കിലും എനിക്ക് കാണാൻ മോഹം. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് താരസാർ പറഞ്ഞു, സാധൻ പാക്കണമ്മാ. അപ്പോൾ ഞാൻ ആ ചുറ്റും നോക്കി, എന്തോ ഭയങ്കര തെറ്റ് ചെയ്യാൻ പോകുന്ന പോലെ. ക്യാമറയിൽ കൂടെ ഒക്കെ നോക്കണ്ടേ, ഏരിയ ഫ്ലക്സ് അതുവരെ ഞാൻ ക്യാമറയിൽ കൂടെ നോക്കിയിട്ടില്ല. എങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ മിച്ചൽ ക്യാമറയിൽ കൂടെയൊക്കെ നോക്കാമെന്ന് പറ്റും, അത് ഷിഫ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല. അതെല്ലാം താരസാർ വിളിച്ചു, അത് പാരം എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു. ആദ്യമായി ഞാൻ ക്യാമറയിൽ കൂടെ നോക്കുന്നത് ഏരിയ ഫ്ലക്സ് ക്യാമറയിലൂടെ ഈ വെള്ളത്തിൽ സൂര്യപ്രകാശം മിന്നിത്തിളങ്ങുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അറമ്പറ്റെന്നൊക്കെ പറഞ്ഞവരുടെ ജീവിതത്തിൽ ഒരു സിനിമ മിന്നിത്തിളക്കം ഉണ്ടായത് ചിലപ്പം ആദ്യം ഈ ക്യാമറയിൽ കൂടെ കണ്ട ഈ ഷോട്ടായിരിക്കും, ഈ ഫ്രെയിമായിരിക്കും, ഷോട്ടിൻ്റെ ഫ്രെയിം. അത് പാട്ടിൽ വന്നതാണത്. നല്ല രസമായിരുന്നത്. ഈ മോർണിംഗിൽ വെള്ളത്തിൽ അങ്ങോട്ട് തിളങ്ങുമല്ലോ, അങ്ങനെ ഭയങ്കരമായിട്ട് തിളക്കമാണ്. ക്ലോസ് റേഞ്ചിൽ അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഫ്രെയിം നിറയെ കണ്ടു തിളങ്ങും, സിൽവർ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലായിരുന്നു ആ പാട്ട് ചെയ്തത്. ആഷാഢമാസം ആത്മാവിൻ മോഹം എന്നുള്ള പാട്ട് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ കോടമ്പക്കം എന്ന് പറയുന്നത് മൊത്തത്തിൽ ലിബർട്ടി തൊട്ട് പവർ ഹൗസ് തൊട്ട് വടപഴനി വരെ സിനിമാക്കാർ കോടമ്പക്കം എന്ന് പറയും. ആക്ച്വലി വടപഴനിയാണ് സിനിമ തിയേറ്ററുകളുടെ സ്ഥലം. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ വിക്രം സ്റ്റുഡിയോ, ന്യൂ ഇയർ ലബോറട്ടറി. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലത് ഭാഗത്ത് വാഹിനി സ്റ്റുഡിയോ, രണ്ട് കാളകളൊക്കെ മുട്ടാൻ നിൽക്കുന്ന വാഹിനി സ്റ്റുഡിയോ. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വിജയ ഗാർഡൻസ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഗ്ലോബ് തിരിയുന്ന AVM സ്റ്റുഡിയോ. ആ റോഡിൽ നേരെ പോകുമ്പോഴത്തേക്ക് ഭരണി സ്റ്റുഡിയോ, വലത് ഭാഗത്ത് ശാരദ സ്റ്റുഡിയോ, ലെഫ്റ്റ് സ്ഥാനത്ത് വാസു സ്റ്റുഡിയോ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഗോൾഡൻ സ്റ്റുഡിയോ, ശ്യാമള സ്റ്റുഡിയോ, ഇങ്ങനെ പോകും. പിന്നെ വലത്തോട്ട് പോകുമ്പോഴാണ് അരുണാചലം റോഡിൽ ഇന്നത്തെ ബാല അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെയാണ് അരുണാചല സ്റ്റുഡിയോ. അത് മലയാള സിനിമകൾ മിക്കതും അവിടെയാണ്. അതിന് ഫ്രണ്ടിലാണ് തരങ്കിണി സ്റ്റുഡിയോ, യേശുദാസ് ലീസിനെടുത്തിട്ടുള്ളത്. എല്ലാ മലയാള സിനിമയ്ക്ക്, കാരണം ചാർജ് വളരെ കുറവാണ് അരുണാചല സ്റ്റുഡിയോ. അവിടെ ഒരു ഫ്ലോറേ ഉള്ളൂ. മറ്റിടത്തൊക്കെ 8-10 ഫ്ലോറുകളൊക്കെ ഉള്ള തെലുങ്ക്, ഹിന്ദി, തമിഴൊക്കെ ഉള്ളതാണ് വാഹിനിയും AVM. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സ്റ്റുഡിയോയുടെ രീതി. അപ്പോൾ മിക്കവാറും നമ്മളെന്ത് വെച്ചാൽ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് മലയാളം ഒന്നതിൽ ഭരണി സ്റ്റുഡിയോയിലായിരിക്കും, അവിടെ ചാർജ് കുറവാണ്. പിന്നീട് എൻ്റെ ചക്കരയമ്മ ചെയ്തത് പ്രസാദ് സ്റ്റുഡിയോ 70mm. അതൊക്കെ വളരെ രീതിയിലാണ്. അതൊക്കെ തുച്ഛമായ എമൗണ്ടിലാണല്ലോ നമ്മൾ ഈ മലയാള സിനിമ. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ ക്രോസ് മണി സാറിൻ്റെ നിന്ന് വിട്ടു പോന്ന ശേഷം ഞാൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യാൻ വന്നു. ശ്രീദേവി, ശിവതാണ്ഡവം എന്നുള്ള സിനിമ അവർ കമലഹാസനും സോമേട്ടനൊക്കെ ഉള്ള പടങ്ങളാണ്. അടുത്ത് നമ്മുടെ ഗീത മൂവി മേക്കേഴ്സ് എന്നൊരു ബാനർ എറണാകുളത്ത്, ഷെരീഫ് കൊട്ടാരക്കര, അദ്ദേഹത്തിന് ഗീത എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് സിനിമ പ്ലാൻ ചെയ്തത് ശങ്കരൻ നായർ സാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യിക്കാനായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കഥ. അത് പാട്ട് എഴുതിയ TV ഗോപാലകൃഷ്ണൻ എന്നുള്ള ഒരാൾ, നാടകം ഒക്കെ എഴുതുന്ന നല്ലൊരു പാട്ടെഴുത്തുകാരനായിരുന്നു. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. നല്ല സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അതിന് കമ്പോസിങ്, അതിന് മ്യൂസിക് ഡയറക്ടർ ആര് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാധാരണ ശങ്കരൻ നായർ സാറിൻ്റെ പടങ്ങൾക്ക് ഒന്നുകിൽ സെല്ലി ചൗധരി അല്ലെങ്കിൽ ദേവരായ മാസ്റ്റർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കൊച്ചിക്കാരനാണ് അർജുന മാസ്റ്റർ. അർജുന മാസ്റ്റർ സാത്വികനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ആനന്ദവയിൽ തിരുവനന്തപുരത്ത് റെക്കോർഡിസ്റ്റാണ്, നല്ല സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. അപ്പോൾ അന്ന് ഷെരീഫ്ക്ക പറഞ്ഞിരുന്നു, ശങ്കരൻ നായർ സാറേ എനിക്കൊരാഗ്രഹമുണ്ട്, അർജുന മാസ്റ്റർ കൊച്ചിക്കാരനാണ്, സൗമ്യനാണ്, അദ്ദേഹത്തെ വെച്ച് മ്യൂസിക് ചെയ്യണം. അപ്പം എന്താ, എനിക്കിഷ്ടമുള്ളതാണല്ലോ അർജുന മാസ്റ്റർ. അങ്ങനെ അർജുന മാസ്റ്റർ കോൺടാക്ട് ചെയ്യുന്നു. അർജുന മാസ്റ്ററാണ് താമസിക്കുന്നത് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴി പറഞ്ഞല്ലോ, പവർ ഹൗസിൽ നിന്ന് KK നഗറിലേക്ക് പോകുന്ന വഴിക്ക് അടുത്ത സ്റ്റോപ്പാണ് ഈ ഡോക്ടർ സുബ്രായ നഗർ. അവിടെ സാമ്യാർ മഠമെന്നും പറയപ്പെടും. സാമ്യാർ മഠം എന്ന് വെച്ചാൽ സുബ്രായ നഗറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സാമ്യാരുടെ ഒരു മഠമുണ്ട്, ഭജനയൊക്കെ ചെയ്യുന്ന ഒരു മഠം. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട്. ഞങ്ങൾ കുറേ സിനിമാക്കാരൊക്കെ താമസിക്കുന്ന എൻ്റെ വീട്. അന്ന് KPS ലളിത ചേച്ചിയൊക്കെ അവിടെ താമസിച്ചിരുന്നത്. തൊടുപുഴ രാധാകൃഷ്ണൻ, പ്രതാപേന്ദ്രനൊക്കെ അവിടെയായിരുന്നു എൻ്റെ ആ ഭാഗത്ത്. വലത് ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു 4-5 വീട് കഴിയുമ്പോൾ ഇടത് ഭാഗത്താണ് ഈ RK ശേഖർ മാസ്റ്ററുടെ വീട്. ഈ RK ശേഖർ മാസ്റ്ററുടെ വീട്ടിലാണ് അർജുന മാസ്റ്റർ താമസിക്കുന്നത്. അവരുടെ സൗഹൃദ ബന്ധം പറയുകയാണ് ഇതൊക്കെ. അപ്പോൾ തൊട്ടപ്പുറത്തായിരുന്നു പിന്നീട് താമസക്കാരായ ചവറ VP നായർ കുടുംബവും. ചവറ VP നായർ എന്ന് പറയുന്നത് നമ്മുടെ കലാരഞ്ജിനി, കൽപ്പന, ഇപ്പോഴത്തെ ഉർവശി, അവർ നാട്ടിൽ നിന്ന് വന്നത് അവിടെയായിരുന്നു. അതിന് തൊട്ടപ്പുറം ഒരു മതിലിനോട് ചേർന്ന അപ്പുറത്തായിരുന്നു ജഗതി ശ്രീകുമാർ താമസിക്കുന്നത്. അപ്പോൾ ജഗതി ശ്രീകുമാറിനെ കാണാൻ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ഞാൻ ഇടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ അവിടെ പോകും. ചിലപ്പം അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പം നമ്മുടെ മരിച്ചുപോയി ശ്രീനാഥാണ്. ശ്രീനാഥ് അന്ന് റെയിൽ പയണങ്ങളിൽ നിന്നൊക്കെ പടം അഭിനയിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന്
അപ്പോൾ ഞാനും അവിടെ കൂടെ കറിക്കാൻ ഞാനൊക്കെ നിൽക്കും. ജഗദീഷ് ശ്രീകുമാർ ഞങ്ങൾ നല്ല കുക്കാണ് ജഗദീഷ് ശ്രീകുമാർ, നല്ലൊരു കറിയൊക്കെ വെക്കും. അപ്പോൾ ഞങ്ങൾ തൊട്ടിപ്പുറത്ത് ഇവരുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ RK ശേഖർ മാസ്റ്റർ. അപ്പോൾ ശേഖർ മാസ്റ്ററിനെ പറ്റി പറയാൻ കാരണം, അർജുന മാസ്റ്റർ എപ്പോഴും വളരെ മിനിമൈസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്നവർ നല്ല മ്യൂസിക് ഡയറക്ടറാണ്. പണത്തിൻ്റെ വില ശരിക്കറിയാം അദ്ദേഹത്തിന്. അനാവശ്യമായിട്ട് പൈസ കളയാനൊന്നും പുള്ളി ഒരു നിർമ്മാതാക്കളെ സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അന്ന് ചെയ്യുന്ന സാധാരണ ഒന്നുകിൽ പാങ്കുര ഹോട്ടലിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഹോട്ടലിലാണ് കമ്പോസിങ്. കാരണം എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന് വരാൻ സൗകര്യവും കാർ പാർക്ക് ചെയ്യാനും പിന്നെ ഹാർമോണി പെട്ടിയെ കൊണ്ടുവന്ന് പോകാനും വരാനൊക്കെ സൗകര്യം ചില ഹോട്ടൽ റൂമിൽ മുറിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അർജുന മാസ്റ്റർ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആരുമില്ല, ശേഖർ അവിടെ ഇല്ല. ശേഖറിൻ്റെ അന്ന് ശേഖർ മാസ്റ്റർ ഉള്ള സമയമാണ്. അദ്ദേഹത്തിന് എന്തോ രോഗം തുടങ്ങി. അദ്ദേഹം അവസാന കാലങ്ങളിൽ ചെയറിലിരുന്നു കൊണ്ട് വയറൊക്കെ ഇങ്ങനെ ഒരു വീർത്ത് വരുന്നൊരു അസുഖമായിരുന്നു അത്. എന്നിട്ട് പോലും അദ്ദേഹം ആ ചെയറിലൊക്കെ ഇരുത്തി ഭാര്യ അടുത്ത്, അതായത് നമ്മുടെ പിൽക്കാലത്ത് കരീമ എന്ന് പറഞ്ഞ അമ്മ, അവരുടെ പേര് അന്നൊരു ഹിന്ദു പേരായിരുന്നല്ലോ, ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴാണ് കരീമ എന്നായത്. അവർ മദ്രാസിലെ മൗണ്ട് റോഡിലൊരു ദർഗയിൽ സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകുമ്പം അവരും അവരുടെ മകളും, അതായത് നമ്മുടെ ദിലീപിൻ്റെ സഹോദരി, അങ്ങനെ ഒരു സൂഫി വര്യനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടിയെ കാണുന്നത്. അപ്പോൾ ഞാൻ മറ്റേ പറഞ്ഞ് തീർത്തട്ടെ. അങ്ങനെ ഏതായാലും ലൗലി എന്ന പടത്തിൻ്റെ അർജുന മാസ്റ്റർ മ്യൂസിക്കും ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞ്, കമ്പോസിങ്ങിന് നമുക്ക് മുറിയൊന്നും വേണ്ട, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്, നിങ്ങൾക്ക് അസൗകര്യമില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന വെച്ചാൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണല്ലോ, അസോസിയേറ്റ് ഡയറക്ടറാണല്ലോ. പിന്നെ ഉള്ളത് പാട്ട് എഴുതുന്ന ആൾ TV വാർഷൻ, അർജുന മാസ്റ്റർ, പിന്നെ 2 പേര് തബലിസ്റ്റുണ്ട്, ഒരു തബലിസ്റ്റും ഒരു ഗിറ്റാർ റിഥം ഒക്കെ വായിക്കുന്നവർ. ഇത്രയും മതിയല്ലോ. അപ്പോൾ അതിന് സൗകര്യമുണ്ട്. ഇവിടെ അപ്സ്റ്റെയറിലാണ്, മുകളിലാണ് അർജുന മാസ്റ്റർ താമസിക്കും. താഴെ വാടകയൊന്നും കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് ശേഖർ മാസ്റ്റർ വന്നിട്ടൊക്കെ പോകും. അദ്ദേഹം ചെറിയ ലോ ബഡ്ജറ്റ് പടങ്ങളൊക്കെ കമ്പോസ് ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നു. പിന്നെ കൂടുതൽ വണ്ടികളൊന്നും നിലനിർത്തേണ്ട സ്ഥലമൊന്നുമില്ല, അങ്ങനെ റോഡ് സൈഡിൽ നിർത്താമല്ലോ, ഇടയ്ക്കുള്ള ഇടറോഡാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. എടുത്തു പറയാൻ കാരണം, അന്നൊരു കൊച്ചു പയ്യൻ അടുത്ത് വന്നിരുന്ന് കാണും. അന്നത്തെ ഈ ദിലീപ് കുമാർ, AR റഹ്മാൻ, കൊച്ചു മിടുക്കൻ. അപ്പോൾ മിടുക്കനായ പയ്യൻ അവിടെ നോക്കുമ്പോൾ നമ്മൾ നോക്കും. അപ്പോൾ അർജുന മാസ്റ്റർ മോനെയൊക്കെ അവൻ പെട്ടിയൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് കൈ വയ്ക്കുമ്പം മെല്ലെ കൈ പിടിച്ച് മാറ്റും അർജുന മാസ്റ്റർ. ആ പാട്ട് നല്ലൊരു പാട്ടാണ്. എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എൻ്റെ പ്രിയ സഖി പോയി വരുമെന്നു, എല്ലാ ദുഃഖവും എന്നൊരു പാട്ട്, നല്ല പാട്ടാണ്. അത് ഹിറ്റായി. അപ്പോൾ ആ പാട്ടിൻ്റെ ഈ റിഹേഴ്സലിന്, അത് കമ്പോസിങ്ങിന് ഈ കുട്ടി പയ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാനാണ് ഇത്രയും പരത്തി പറഞ്ഞത്. പിന്നീട് ഒന്നുകൂടെ പറയാനുണ്ട്. പിന്നെ എൻ്റെ മക്കൾ മദ്രാസിൽ പഠിക്കുമ്പോൾ മക്കൾക്ക് അല്പം സംഗീത വാസനയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഒരു ചിത്രകാരിയാണ്, ക്രാഫ്റ്റ് വർക്കൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ വീട്ടിൽ ക്രാഫ്റ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമയം ചിലവഴിക്കാനായിട്ട് പുള്ളിക്കാരത്തെ പഠിപ്പിക്കുമായിരുന്നു. ഏതാണ്ടൊരു 70-75 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം നിർത്തി, സൗകര്യക്കുറവാണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരത്തി അല്പം സംഗീത വാസന ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് പുള്ളിക്കാരത്തി അല്പം വീണയൊക്കെ വായിക്കും. ആ താല്പര്യം, ഞാൻ സിനിമ ഡയറക്ടറാണ്, എനിക്ക് സംഗീതം ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് പാടാനൊന്നും അറിയില്ല. എങ്കിലും ആസ്വദിക്കാൻ എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഈ കൊച്ചുകുട്ടികളുടെ 2 ആൺമക്കൾ എൻ്റെ വൈഫ് പാടുന്നത് കേട്ട് കൂടെ പാടും. അപ്പോൾ മാത്രമല്ല, അപ്പോഴേ കളിപ്പാട്ടമൊക്കെ അവർക്ക് ഈ മറ്റ് കുട്ടികളെ പോലെ കളിപ്പാട്ടം വേണ്ട. അവർക്ക് ചെറുതായിട്ട് കീബോർഡില്ലേ, സാരി ഗാമ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോഴും ഞാനിങ്ങനെ എന്ത് വെച്ചാൽ, മക്കൾക്ക് കണ്ടൊരു താല്പര്യമുള്ളത് ഞാനിങ്ങനെ അന്ന് വരുത്തി വെച്ചാൽ, അത് വലുത് കടയിൽ സാധനം കിട്ടും. പിന്നെ കിട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ, മൗണ്ട് റോഡിൽ ഒരു സ്ഥലമുണ്ട്, മ്യൂസിക്കൽസ് എന്നാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഞാനിങ്ങനെ, എൻ്റെ താരം പറഞ്ഞു, മ്യൂസീഷ്യൻസ് പറഞ്ഞു, ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ശരിക്കും അവശ്രതയൊക്കെയാണ്, ആയിരിക്കില്ല, സാരീക ഇങ്ങനെ പറയുള്ളൂ. പക്ഷേ അതിനേക്കാൾ നല്ലത് മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മ്യൂസിക്കൽസിൽ പോയാൽ അവർ ഒരു 6000-7000 രൂപ ആവുള്ളൂ, ഒന്ന് വാങ്ങാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇത് ഓർഡർ ചെയ്യണം, ഗുജറാത്തിൽ നിന്ന് വരണമെന്നൊക്കെ പറഞ്ഞു. ഗുജറാത്തിൽ നിന്ന് ബോംബെയിൽ നിന്ന് കണ്ടേ. അങ്ങനെ അതിൻ്റെ വില 6000 രൂപ ആദ്യം അടച്ചു. അവർ വരുത്തന്നു. ആ വരുത്തന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവിടുത്തെ കടക്കാർ വെച്ചു, മക്കൾക്ക് പഠിച്ചിട്ട് മ്യൂസിക്കലാവാനുള്ള ഞാൻ പറഞ്ഞു, അല്ല, അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ പഠിക്കട്ടെ, കുട്ടികളാണല്ലോ. ഒരാളെന്ന് 3-ാം ക്ലാസ്സിലും ഒരാളെന്ന് 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലൊക്കെയാണ്. ഇത് താല്പര്യമുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു താല്പര്യം. അപ്പോൾ ഇടയ്ക്കെന്ന് വെച്ചാൽ അപ്പം ചോദിച്ചു, അല്ല, കുട്ടികൾക്ക് സംഗീതം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് സുദർശൻ മാസ്റ്റർ മ്യൂസിക് പഠിപ്പിക്കുന്നത്. അത് കാരണം കീബോർഡിൽ പകരം പഠിപ്പിക്കുന്നത് വെച്ചാൽ
അദ്ദേഹം ഒരു കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു പ്രായമായ സുദർശന മാഷാണ്. അദ്ദേഹമാണ് അവിടെ പിയാനോ പഠിപ്പിക്കുന്നത്. പിയാനോ പഠിപ്പിക്കുമ്പോൾ കീബോർഡ് ഈസിയായിട്ട് വായിക്കാം. പിയാനോ വെച്ചാൽ വലിയ സംഭവമില്ലേ, ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ളത്. അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ച വീട്ടിൽ വൈഫുമായിട്ട് ആലോചിച്ചു. അപ്പോൾ ഏതായാലും ഒരു സാറ്റർഡേ സൺഡേ ഉള്ളൂ വൈകുന്നേരം. അപ്പോൾ അവരുടെ താല്പര്യമായി, മക്കൾക്കും ഭയങ്കര താല്പര്യമായി. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ചേർത്ത് സുദർശന മാസ്റ്ററാണ്, പ്രായമുള്ള ആളാണ്. അവിടെ നോക്കിയപ്പോഴത്തേക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു അകത്തൊരു കീബോർഡിൽ അവിടെ ഇതുപോലെ ഈ വലിയ പിയാനോ ഉണ്ടല്ലോ, വലുതും അകത്തിരിപ്പുണ്ടണം. അതിൽ ഇവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ ആരോ മ്യൂസിക് പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ സ്റ്റുഡൻസ് ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഒരു പൊല്ലാത പയ്യൻ രണ്ടർത്ഥമുണ്ട്. അതായത് ഒരു നല്ല മിടുക്കൻ എന്ന അർത്ഥമുണ്ട്, ഭയങ്കര കുസൃതിക്കാരൻ എന്ന് രണ്ടർത്ഥമുണ്ട്. പൊല്ലാതെ തമിഴിൽ ഒരു പൊല്ലാതെ പയ്യൻ. അവൻ ഇങ്ങനെ പഠിച്ചിട്ട് അവൻ എന്നാ പോകാൻ മാട്ടേങ്കരുത്. അവൻ നേരെ ഉള്ളിൽ പോയിട്ട് അതുകൊണ്ട് ഇതുകൊണ്ട് അവൻ ഉരുപ്പെടാൻ മാട്ടാൻ അവൻ എന്നുവെച്ചാൽ നന്നാവില്ല എന്ന് ചിരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അത് നോക്കിയപ്പോഴത്തേക്ക് ആരാ ഈ പയ്യനാണ്, ആര് ദിലീപ്, ഇപ്പോഴും നമ്മുടെ AR റഹ്മാൻ. അവൻ തനിയെ ഈ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ അച്ഛൻ്റെ അവിടെ നിന്നുള്ള വാസനയുണ്ടല്ലോ. ഈ സമയം കഴിഞ്ഞാൽ അകത്ത് പിയാനോ പോയിട്ട് പുള്ളിക്കാരൻ സായും ടീയും ഗമയ്ക്കും ഇവിടെ പഠിപ്പിച്ചുള്ള അദ്ദേഹം അതിനപ്പുറത്ത് നോട്ട്സ് വായിക്കും. പിന്നെയാണ് ട്രിനിറ്റി ലണ്ടൻ അവിടുത്തെ മ്യൂസിക്. എൻ്റെ മക്കളും അത് കുറച്ച് പഠിച്ചതാണ്. എക്സാം ലണ്ടൻ ട്രിനിറ്റി മ്യൂസിക് എന്ന് പറയുമല്ലോ, അവിടെയാണ് എന്തോ ഫസ്റ്റ് ഗ്രേഡ് ഗ്രേഡുണ്ട്, ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്തോ ഗ്രേഡാണ്. പിന്നീട് എൻ്റെ മക്കൾ തുടരാൻ കാരണം വെച്ചാൽ ഈ മ്യൂസിക്കും ഇളയവൻ ക്രിക്കറ്റിൻ്റെ ആശാനാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, ഇത് വേണം, എല്ലാം കൂടെ നമ്മുടെ പേരൻസിനോട് എടുത്തു പറയുകയാണ്, പേരൻസിൻ്റെ എന്നെപ്പോലെ അത്യാഗ്രഹിയാവരുത്, ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. പഠിത്തത്തിനോടൊപ്പം പഠിത്തം തന്നെ വേണം, അതിനോടൊപ്പം ക്രിക്കറ്റിന് അയക്കുക, പിന്നൊന്ന് മ്യൂസിക്കിന് അയക്കുക, പിന്നൊന്ന് അഭിനയിക്കാൻ അയക്കുക, എല്ലാം കൂടെ ചെയ്യരുത്. എല്ലാം കൂടെ വെച്ചാൽ ഓവർലോഡാണ്. മാത്രമല്ല മദ്രാസിലെ പത്മശേഷാദ്രി സ്കൂളിൽ പഠിത്തം എന്ന് പറയുന്നാൽ ഓവർലോഡാണ്. ഡീറ്റെയിൽഡ് ക്ലാസ് മാത്രമല്ല, നോൺ ഡീറ്റെയിൽഡ് തന്നെ ഒരുപാടുണ്ട്. നമ്മുടെ ജയറാമിൻ്റെ മക്കളൊക്കെ അവിടെയാണ് പഠിച്ചത്, ഡോക്ടർ ഭരതൻ ചേട്ടൻ്റെ മക്കളും അവിടെ പഠിച്ചത്. അതുപോലെ ഞാൻ കേൾക്കാനല്ല ഈ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് എൻ്റെ മക്കളും അവിടെ പഠിപ്പിച്ചത്. അല്ല, മൂത്തയാൾ ആദ്യം പഠിച്ചത് രണ്ടുപേരും വടപണി സീനിയർ സ്കൂളിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു നമ്മുടെ രവീന്ദ്രൻ മിശ്രയുടെ ഏട്ട മക്കൾ സാജനും രാജനൊക്കെ എൻ്റെ മകളുടെ ക്ലാസ്മേറ്റ്സാണ്. ഏതായാലും ഈ പയ്യൻ്റെ മെടുക്കൻ എന്നുള്ള സംഭവം അന്നേ സുദർശൻ മാഷ് പറഞ്ഞിരുന്നു, കൊല്ലാതെ പയ്യൻ, കാരണം അവൻ ആരോ ആയി തീരുമെന്ന് ഒരു ദീർഘദർശനം കൊച്ചു പയ്യൻ ഈ സുദർശന മാഷക്കുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളടുത്ത് സംസാരിക്കുന്നില്ല, മിടുക്കൻ പയ്യൻ ഓടിച്ചാടി അങ്ങനെ വന്നിട്ട് അന്ന് അയാൾക്കൊരു 10-11 വയസ്സ് കണ്ടുണ്ടെന്ന് തോന്നുന്നു ഈ മ്യൂസിക്കൽസിൽ പഠിക്കുമ്പം. പിന്നീട് നമ്മൾ അറിയുന്നത് ഈ പയ്യൻ എന്തോ 9ാമത്തെ വയസ്സിലങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത്, ശേഖർ മാഷ്. പിന്നെ പുള്ളിക്കാരന് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ പുള്ളിക്കാരൻ പിന്നീട് പഠിച്ചു. അച്ഛൻ മരിച്ച ശേഷം ശേഖർ മാസ്റ്റർ ഒരുപാട് മോഡേൺ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. മദ്രാസിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേയേഴ്സിനെല്ലാം സ്വന്തമായിട്ട് ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് കാണില്ല, കുറച്ച് കോസ്റ്റ്ലിയൊക്കെ ആണെങ്കിലേ ഈ കീബോർഡൊക്കെ വാങ്ങുന്നതിന് ഭയങ്കര ലക്ഷങ്ങൾ വില വേണം. അപ്പോൾ അതിലെല്ലാം ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങി വെച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ KJ ജോയ്. അദ്ദേഹത്തിന് ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് പുള്ളിക്കാരൻ വാടകയ്ക്ക് കൊടുക്കും. അതുപോലെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങി വെച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന കുറേ മ്യൂസീഷ്യൻസ് മദ്രാസിലുണ്ട്. പ്ലേ ചെയ്താൽ, കാരണം ചിലർക്ക് വാങ്ങാൻ കഴിവില്ലെങ്കിൽ ഇന്ന ആളുടെ നിന്ന് ഇന്ന ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിയിട്ട് ഒരു കാൾ ഷീറ്റ് 9 to 1 ഇത്ര രൂപ, 9 to 5 ഇത്ര രൂപ, ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് പ്ലെയർക്ക് ഇത്ര എമൗണ്ടും അവർ ഈ വാടക കൂടെ ചേർത്താണ് അതിന് എമൗണ്ട് ഇടുന്നത്. അപ്പോൾ ആ വാടക കറക്റ്റായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ഓണർക്ക് കൊടുക്കും. അതിൽ കുറേ അധികം ഇൻസ്ട്രുമെൻറ്റ്സ് ലേറ്റസ്റ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു ശേഖർ മാസ്റ്റർ, ഇത് റഹ്മാൻ്റെ അച്ഛൻ. പിന്നീട് അന്ന് റഹ്മാൻ മ്യൂസിക്കിലേക്ക് വന്നില്ലല്ലോ, അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ട് ചെറുപ്പത്തിലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയെന്ന് പറയാനാണ് ഞാൻ ഇത്ര പരത്തി പറയുന്നത്. കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്നാണെന്നുള്ള എവിടെയും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ വിളിക്കും. ചെറുപ്പത്തിൽ തന്നെ കീബോർഡ് വായിക്കും, നന്നായിട്ട് പ്ലേ ചെയ്യും. അതിനുശേഷമാണ് റോജ എന്ന സിനിമയിൽ മ്യൂസിക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മ്യൂസിക്കിൽ തരംഗം ഇല്ലേ, അടിപൊളി പാട്ടുകളല്ലേ. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് പകൽ ഉറക്കവും വൈകുന്നേരം 7 മണി തൊട്ട് പുലർച്ചെ 5 മണി വരെയാണ് പുള്ളിക്കാരൻ്റെ കമ്പോസിങ്. ഒറ്റയ്ക്ക് ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സും ഫോറിനിലുള്ള സംഭവങ്ങളൊക്കെ പുള്ളി അവിടെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട് സ്റ്റുഡിയോ ആക്കി മാറ്റി. എൻ്റെ പഞ്ചഗതം എന്ന എന്താണ് വീടിൻ്റെ ആ സ്റ്റുഡിയോയുടെ പേര്
ഭയങ്കര സ്റ്റുഡിയോ ആണ്, മാത്രം കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ആർക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഒരുപാട് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, കടമ്പകളെ കടന്നിട്ട് വേണം എന്തിനാണ് ഏതിനാണെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ കോടികൾ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണല്ലോ എ ആർ റഹ്മാൻ. അദ്ദേഹം പാടുന്നതിനും കോടികളാണ്, പക്ഷേ അതിനുള്ള വർത്താണ്. അദ്ദേഹം ഓസ്കാർ അവാർഡ് വാങ്ങിച്ചില്ലേ, സ്ലം ഡോ മില്യണർ, അതിൽ ഗ്രാമി അവാർഡ്, ഓസ്കാർ അവാർഡ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ നല്ലൊരു പേരുണ്ടായിരുന്നൊരു വലിയ മ്യൂസീഷ്യനല്ലേ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഇത്രയും ഈ 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ 30 വർഷം വരെ തികച്ചില്ല, അവർ ദാമ്പത്യ ബന്ധം വേർപെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. മക്കളെല്ലാം മുതിർന്നു. മൂത്ത മക്കൾ ഖദീജ മ്യൂസിക് ഡയറക്ടറായി. അമീൻ അച്ഛൻ്റെ പാതയിലേക്ക് വരുന്നു. രണ്ടാമത്തെ അവൾ അവളുടേതായ ഇഷ്ടത്തിനുള്ള രീതിയിൽ അവളുടെ രീതിയിൽ പോകുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും അവർ പറയുന്നത് ഞങ്ങൾ പരസ്പര സ്നേഹത്തോടെ തന്നെയാണ് പിരിയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് അവൈലബിൾ അല്ല. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഈ ദിലീപ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അവർക്ക് കിട്ടുന്നില്ല. എ ആർ റഹ്മാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം എൻ്റെ ഭാര്യ സൈറ ബാനുവാണ്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് 29ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹപ്രായമായപ്പോൾ എനിക്ക് പെണ്ണ് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു പെണ്ണ് നോക്കിത്തരാണ്. അങ്ങനെയാണ് ദർഗയിൽ വെച്ചിട്ട് ഒരു സൂഫി വര്യൻ്റെ ആ ദർഗയിൽ പോകുമ്പോഴാണ് ഈ കുട്ടിയും എൻ്റെ ഉമ്മയുമായിട്ടും കണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നതും. തൊട്ടടുത്ത 4ാമത്തെ വീട് അടുത്താണ്, ഈ ദർഗയുടെ അടുത്താണ് ഈ വീട്, ഇവരുടെ ഈ റഹ്മാൻ്റെ ഭാര്യയുടെ വീട്. അവിടെ പോയി ആലോചിക്കുന്നു. നല്ല, അതായത് അന്തർമുഖി എന്നാണ് പറയുന്നത് റഹ്മാൻ, കൂട്ടി സംസാരിക്കില്ല. അങ്ങനത്തെ നല്ല സുന്ദരിയായ പെൺകുട്ടി. അമ്മ എന്നെല്ലാം കാര്യം പറഞ്ഞു. അവർക്കിഷ്ടമായി. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഫ്ലുവൻ്റായിട്ട് തമിഴ് വരില്ല, അവർ ഇംഗ്ലീഷും കച്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ റഹ്മാനോടൊപ്പം മുമ്പ് സ്റ്റേജിലൊക്കെ പുള്ളിക്കാരത്തി തന്നെ പറയും എനിക്ക് തമിഴ് ഫ്ലുവൻ്റ് അല്ല, ഞങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പറയാറുണ്ട്. നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീടും കുടുംബം പോലെ കൂട്ടുകുടുംബം ആകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയും പിന്നെ ഭാര്യയും മക്കളെയൊക്കെ ഒരുമിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അമ്മയ്ക്ക് ഞാനെന്ന് പറയുന്ന മകൻ സ്വാർത്ഥതയാണ്, ഭാര്യയ്ക്ക് ഭർത്താവെന്ന രീതിയിൽ എന്നോട് സ്വാർത്ഥത ഉണ്ടാവും, മക്കൾക്ക് അച്ഛൻ എന്നുള്ള രീതിയിൽ എന്നോട് സ്വാർത്ഥത ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു പിതാവ് ഒരു കുടുംബം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. എങ്കിലും അതെല്ലാം എൻ്റെ ഭാര്യ സഹിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നമ്മൾ കണ്ടിരുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഏതാണ്ട് 2000 കോടിക്കടുത്താണ് പുള്ളിക്കാരൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. ഇത്രയൊക്കെ സമ്പത്തുണ്ടായിട്ടും നല്ല മക്കളുണ്ടായിട്ടും നല്ല ഭാര്യ ഉണ്ടായിട്ടും പരസ്പരം സ്നേഹമായിട്ടും എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്നുള്ളൊരു ദുരൂഹതയാണ് നമുക്കുള്ളത്. ഇത് എന്നോട് ചിലപ്പോൾ എല്ലാ ആൾക്കാർ വിളിച്ച് ചോദിച്ചു. കാരണം നമ്മുടെ നടൻ റഹ്മാനല്ലേ, ആ റഹ്മാൻ കല്യാണം കഴിച്ചതും ഇതേ കുടുംബത്തിൽ നിന്നാണ്, വേറൊരു സഹോദരിയാണ്. അപ്പോൾ റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, റഹ്മാൻ ആരെങ്കിലും കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എ ആർ റഹ്മാനെ ഒന്ന് മ്യൂസിക്കിന് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അത്രേ റഹ്മാൻ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്, എൻ്റെ സ്വകാര്യതയാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അഭിനയിപ്പിക്കാൻ വിളിക്കണമെങ്കിൽ ഞാൻ വന്ന് അഭിനയിക്കാം, പക്ഷേ ഞാൻ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും എ ആർ റഹ്മാനോട് റെക്കമെൻഡ് ചെയ്യാൻ പോവില്ല. അത് ഞങ്ങളുടെ ധാരണയാണത്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റഹ്മാൻ എനിക്ക് പറഞ്ഞിരുന്നു. ഞങ്ങൾ നല്ല കുടുംബ ബന്ധമാണ്, സ്നേഹമാണ്, എല്ലാമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങളുണ്ട്, ഓരോ വ്യക്തി ജീവിതമുണ്ട്. അങ്ങനെ തന്നെയാണ് പോകുന്നതും. റഹ്മാൻ്റെ മകളും നമ്മുടെ നടൻ റഹ്മാൻ്റെ മകളെ ഈയിടെ പോകാൻ കഴിഞ്ഞു, ഈയിടെ 2 വർഷമായെന്ന് തോന്നുന്നു. പിന്നീട് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഒന്നുമില്ല. കാരണം ഈ ഇത്രയും നിങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്നത് റഹ്മാൻ്റെ ബാല്യം, പിന്നെ കൗമാരം, പിന്നെ മ്യൂസിക് ചെയ്ത വർഷം, ഭാര്യ, അമ്മ, മക്കൾ, ഇതൊക്കെയായിരുന്നു. നിങ്ങളെപ്പോലുള്ള അറിവ് കുറച്ച് കൂടുതൽ എനിക്ക് ഈ സിനിമയായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അറിയാം എന്നുള്ളതല്ലാതെ ഇനി എനിക്കെൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവർ ഡൈവോഴ്സ് ചെയ്താലും വീണ്ടും ഒന്നിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. നിങ്ങളും അതാണ് ആഗ്രഹിക്കുന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ പറയാതെ പറയും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. എൻ്റെ പ്രാർത്ഥന അവർ വീണ്ടും നല്ലതുപോലെ ഈ 3 മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്നില്ല, കരീന ഉമ്മ ഇല്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ സംഭാഷണം ഞാൻ നിർത്തുന്നു. പിന്നെ നിർത്തുന്നതിന് മുമ്പ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, എന്നെ സ്നേഹിക്കണം, എൻ്റെ യൂട്യൂബ് ചാനൽ സ്നേഹിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.